ജനം ടി വിക്ക് ചൊറിയണമെന്നുണ്ടെങ്കിൽ മുസ്ലിം പ്രീണനമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമകൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ബാധിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വളച്ചൊടിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നിയാൽ ജനം ടി വി ഇടപെടും. അതേസമയം മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലാണെങ്കിലോ ഹിന്ദുക്കൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പുരാണ ഇതിഹാസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളോ ഇറങ്ങി, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങളുള്ള സിനിമകൾ ഇറങ്ങി എന്ന് തോന്നണം. ശരിക്കും അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. തോന്നിയില്ലെങ്കിൽ ഇവന്മാർ തോന്നിപ്പിപ്പിക്കും. ഇതാണ് ഇവന്മാരുടെ പരിപാടി എന്ന്. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സിനിമയായിട്ട് കാണാതെ കണ്ട് അതിനകത്തോട്ട് കയറിയിട്ട് ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജനം ടി വി, മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള മീഡിയ വൺ, ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മീഡിയ വണ്ണിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് സിനിമയായിട്ട് കാണാൻ അറിയാമായിരുന്നേ. ഇപ്പോൾ കാന്താര ഇറങ്ങിക്കഴിയുമ്പോൾ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു, ഒളിച്ചു കിടത്തുന്നു, മറ്റേതാണ് മറിച്ച്. എവിടെ ഒളിച്ചു കിടത്തി? അതേതാണ്ട് ശിവൻ്റെ ഏതാണ്ടെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒളിച്ചു കിടത്തിയതായിട്ടൊന്നും തോന്നില്ല. ഇതൊക്കെ ഒരു സ്റ്റോറിയല്ലേ, ഒരു ഫാൻറ്റസി. അതങ്ങനെ അങ്ങ് കണ്ടുവിട്ടാച്ചാൽ പോരെ? പേടിയാണോ? നീ ഹിന്ദുക്കളെല്ലാം കൂടെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ കുറേ ഇസ്ലാം മത വിശ്വാസികളെല്ലാവരും കൂടെ അത് കണ്ടിട്ട് ഇനി അവരങ്ങോട്ട് ആകൃഷ്ടരാകുമോ? അതുപോലെ തന്നെ ഇപ്പുറത്തെ ജനം ടി വിക്ക് വന്നപ്പം ഏത് വന്നപ്പോഴാണ് അവർക്ക് ചൊറിഞ്ഞ് എമ്പുരാൻ വന്നപ്പോൾ അമ്മമാർ ഭയങ്കര ചൊറിച്ചില്ല. അതിനകത്ത് അത് കാണിച്ച് ഇത് കാണിച്ച് എല്ലാത്തിനെയും വളച്ചൊടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ പിന്നെ പണ്ട് MD വാസുദേവൻ നായർ, നമ്മുടെ ചതിയൻ ചന്തു എന്നാണല്ലോ, അയാൾ നേരെ തിരിച്ചെഴുതി ചന്തുവിനെ നല്ലതാക്കിയാണ് ചിത്രീകരിച്ചത്. ആ സിനിമ ഏതായിരുന്നു മമ്മൂക്ക അഭിനയിച്ചത്? ഒരു വടക്കം വീരഗാഥ. അതിനകത്ത് ചന്തുവിനെ നല്ലതായിട്ടാണ്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തിരിച്ചും മറിച്ചൊക്കെ എഴുതുന്നു. ഇത് കലയല്ലേ, അതിനെ ആ രീതി കണ്ടുവച്ചാൽ പോരെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾ കാണാനും കേൾക്കാനും ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ ഇവന്മാർ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. ശരിയല്ലേ? നമുക്കിപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആവശ്യക്കാരുള്ള സാധനമല്ലേ നമ്മൾ എടുത്ത് വെക്കത്തുള്ളൂ. ഇത് മേടിക്കാൻ ആരും വന്നില്ലെങ്കിൽ നമ്മൾ ആ സാധനം എടുത്ത് വെക്കുമോ? ഇല്ല, കച്ചവടമാണ്. ഇത് മേടിക്കാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനത്തെ പരിപാടി തന്നെ കാണിക്കും. ആളുകൾ എന്നാണോ ഇത് ഇവന്മാരുടെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള വാർത്തകൾ കാണാതിരിക്കുന്നത്, അന്നുള്ളൂ ഇവന്മാർ ഈ പരിപാടി നിർത്തത്തുള്ളൂ.